ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലളിതം സാഹസ്രകത്തിലേക്ക് ആദരവോടെ സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മുടെ രാമായണം ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാംനേ തൃതീയോധ്യായേ അഷ്ടമി ശ്ലോകഃ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധേത കർമ്മണഃ. നീ മനസ്സിനാൽ നിയന്ത്രിതമായിട്ടുള്ള കർമ്മം ചെയ്യണം അർജുന. കാരണം കർമ്മമാണ് അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടിരിക്കുന്നത്. കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ ശരീര നിർവഹണം പോലും നിന്നാൽ കൊണ്ട് സാധ്യമാകുന്നില്ല. നാമത്തിലേക്ക് വരാം. നാമം 522. ശുക്ലവർണ്ണ. ശുക്ലമായിട്ടുള്ള വർണ്ണമുള്ളത് ഏതൊരു ശക്തിക്കാണോ ആ ശക്തിയെ ശുക്ലവർണ്ണ എന്ന് വിശേഷിപ്പിക്കുന്നു. അതുതന്നെ ശുക്രവർണ്ണ എന്നും പറയാട്ടോ. ആജ്ഞാചക്രത്തിൽ വസിക്കുന്ന ശക്തി കറയില്ലാത്തവളാണ്, ശുദ്ധയാണ്, അടയാളമില്ലാത്തവളാണ്, നല്ല ചര്യകൾ കൊണ്ടുപോകുന്നവളാണ് എന്നൊക്കെയുള്ള നിരവധി വ്യാഖ്യാനങ്ങളാണ് ഈ ഒറ്റ നാമത്തിന് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ചിന്താതലം ഭരിക്കുന്ന ആ പ്രദേശം സകല മലിനങ്ങളിൽ നിന്നും മുക്തമാകണം വേണ്ടേ? എന്നാൽ മാത്രമേ നമ്മിലും മലിനത ഇല്ലാതിരിക്കുകയുള്ളൂ. അതായത് നമ്മുടെ ചിന്തകളായിരിക്കണം എപ്പോഴും ശുദ്ധമായിരിക്കേണ്ടത് എന്ന് സാരം. ആജ്ഞാചക്രത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ഈഷജ്ഞാനത്തിൽ നിന്നാണ് അത്രേ ആജ്ഞയുണ്ടാവുന്നത്. ഈഷത്ത് എന്നാലോ സാമാന്യ ജ്ഞാനം എന്നാണ് അർത്ഥം. അതാവട്ടെ സകല ജീവജാലങ്ങളിലും തുല്യമായിട്ടാണ് വീതിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ അതിൻ്റെ രസം. എന്നാൽ മനുഷ്യൻ മാത്രം ആ ജ്ഞാനത്തിനെ പിന്നീട് പരിപോഷിപ്പിക്കുകയാണ്. സാമാന്യജ്ഞാനത്തിന് അതീതമായിട്ടുള്ള അറിവുകളൊക്കെ ആർജിക്കുന്നതാണ് അവൻ പിന്നീട്. അതിനവനെ സഹായിക്കുന്നതോ ഗുരുക്കന്മാരും ഗ്രന്ഥങ്ങളും അനുഭവങ്ങളുമാണ്. കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞു നമ്മുടെ ശക്തിയുടെ സാമ്രാജ്യം നമുക്കുള്ളിൽ തന്നെയാണ് എന്ന്. അപ്പോൾ ആ ശക്തിയെ ഉൾക്കൊള്ളുവാനും പ്രാപ്തമാക്കുവാനും നാം തന്നെയാണ് നയിക്കേണ്ടത്. മറ്റൊരാൾക്കും നമ്മെ അത് ചെയ്യിക്കുവാൻ സാധ്യമല്ല എന്നത് മനസ്സിലാക്കുക. നമുക്ക് പകരുന്ന വിദ്യയും ശക്തിയും നമ്മിൽ ഉൾക്കൊള്ളുവാനും നിലനിൽക്കുവാനും ആ സക്ഷമതയാണ് അത്യാവശ്യം. വൈദിക ഭാഷയിലൂടെ നോക്കുമ്പോൾ ശുക്ലവർണ്ണമായിട്ടുള്ള ബ്രഹ്മത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒപ്പം തേജോമയനും സച്ചിദാനന്ദ രൂപവുമാണ് ആ ബ്രഹ്മം എന്ന് പറയുകയാണ്. കൂടാതെ ജലത്തിനെയും ശുക്ലവർണ്ണമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ചെമന്ന നിറം തേജസ്സും വെളുത്ത നിറം വെള്ളവും കറുത്ത നിറം അന്നവുമാണ്. നമ്മുടെ ആത്മാവ് കുടികൊള്ളുന്നത് ആജ്ഞാചക്രത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ചക്രസാധനയുടെ ഉത്തുംഗത്തിലെത്തിയ സാധകന്മാർക്ക് താന്താങ്ങളുടെ കർമ്മബന്ധങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും എന്നുകൂടെ പറയപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കിതിൻ്റെ ഭക്തി നോക്കുമ്പോഴോ ആജ്ഞാചക്രത്തിലെ ദേവതയുടെ രൂപമാണ് പ്രതിപാദ്യം. ശുഭ്രമായ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്പം പോലും മലിനതയേശാതെ വെള്ളത്താമരയിലിരുന്ന് അമരുന്ന ദേവിയാണ് അപ്പോൾ സങ്കല്പത്തിൽ വരേണ്ടത്. മജ്ജാധാതുവിനോട് ബന്ധപ്പെടുത്തുമ്പോൾ ചെമ്മന്നതും മഞ്ഞയുമായിട്ടുള്ള 2 നിറത്തിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. രക്താണുക്കളെയും നിണനീരിനെയും ഉത്പാദിപ്പിക്കുന്ന മജ്ജ അടയാളമില്ലാത്തതായിട്ടാണ് അത്രേ വർത്തിക്കുന്നത്. അസ്ഥിക്കുള്ളിൽ വസിക്കുന്ന അത് മലിനതയേശാത്ത വ്രതത്തോടുകൂടെയാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. അതിനെയൊക്കെ ഓരോരോ ജീവനായിട്ട് സങ്കല്പിച്ച് നോക്കൂ. ഇത്രമാത്രം പവിത്രതയോടുകൂടിയാണ് അവയെല്ലാം നമുക്കുള്ളിൽ വിരാജിക്കുന്നത്. നോക്കൂ. നാമം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത ആദ്യം നമ്മൾ പറഞ്ഞു മലിനതയേശാത്ത ചിന്തകൾ. അത്തരം ചിന്തകൾ വരാനും ഒരു ഭാഗ്യം വേണം. ആ ഭാഗ്യം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് കാംക്ഷിച്ചുകൊണ്ട് നാമം നിർത്തുന്നു. നമസ്കാര ശബ്ദം. ശുക്ലവർണ്ണായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന
രക്ഷ രക്ഷ മഹേശ്വരി. ഓ